ആണ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഒരു ബെഡ്റൂമിലേക്ക് കയറി നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ് കോട്ടും ഷെൽഫും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ് കർട്ടനൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി റൂമിനെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഫർണിഷിങ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ബ്ലൈൻഡ് കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും പിന്നെ ഒരു കബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കാണിക്കുന്നത് ഇവരുടെ കിച്ചണാണ് കേട്ടോ. അടിപൊളി കിച്ചണാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണും ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്ലൈ കിച്ചൺ ആൻഡ് ഡിസൈനേഴ്സ് ആണ്. അപ്പം അവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അവരുടെ വേറൊരു 1-2 വീഡിയോകളും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം കേട്ടോ. ഇതാണ് ഇവരുടെ കിച്ചൺ. അപ്പോൾ ഒരു ഐലൻഡ് കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലായിട്ട് ഫ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയ വരുന്നത് ലാക്കർ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് ലാമിനേറ്റിലാണ്. അപ്പോൾ ഇതാ ഒരു ഐലൻഡ് കിച്ചണൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറും അതേപോലെ ഒരു സിൽവർ ആൻഡ് ഗ്രേ കളറൊക്കെയാണ്, സിൽവർ ആൻഡ് വൈറ്റ് കളറൊക്കെയാണ് ഇവിടെ കളർ കോമ്പിനേഷനായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നാനോ വൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു അടിപൊളിയായിട്ട് തന്നെ ഇവർ ഈ കിച്ചണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൊക്കെ മാറ്റ് ഫിനിഷ് ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ബ്ലൈൻഡ് കർട്ടനൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. കിച്ചൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടുന്ന് നേരെ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലൊക്കെ വരുന്ന ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി തന്നെ പറയാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഷോക്കേസും ക്രോക്കറി ഐറ്റംസൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫും കാര്യങ്ങളും, അതേപോലെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടോപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബാർ ചെയറൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റോർ റൂമും ഒരു ബാത്റൂമും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ഒരു കുറച്ച് ഹൈറ്റിലാണ് ഈ വർക്ക് ഏരിയ വരുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് മുകളിൽ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചെറിയൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഗ്യാസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല സ്പേസിനെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെയും ഒരു വേസ്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഇവിടെ ഹാളിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഇതാ ലാപ്പോത്തറ ഗ്രാനൈറ്റാണ് ഇവിടെ ഫ്ലോറൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം മുകളിൽ നല്ല ഹൈറ്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇവരുടെ സ്റ്റെയർ വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു സോഫ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. താഴത്തെ ലിവിങ് റൂം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലത്തെ നിലയിൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതിപ്പോൾ അധിക വീടുകളിലും നമ്മൾ കാണുന്നത് തന്നെയാണ് ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നത്. ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നതിനെ കൊണ്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തോന്നലുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ മുകളിലത്തെ നിലയിലുള്ള ഹാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മുകളിലത്തെ നിലയിലുള്ള റൂമൊന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് ഒരു റൂം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇവിടെയും ഒരു ബെഡ് കോട്ടും ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ അടുത്ത ബെഡ്റൂം. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം.
ഇവിടെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ബഡ് കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലത്തെ നിലയിൽ നമ്മൾ സാധാരണ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവരുടെ പുറത്തേക്കുള്ള ടെറസിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് ഇവരുടെ ടെറസ്. അപ്പോൾ ഇവിടെ ഇവർക്ക് പെറ്റ്സ് ഉണ്ട് കേട്ടോ, 2 പൂച്ചയുണ്ട്. അപ്പോൾ അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടെറസിലാണ്. അപ്പോൾ നമുക്ക് അവരുടെ പൂച്ചനെയും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അവരുടെ പെറ്റ്. അപ്പോൾ ഇതൊന്നും മാത്രമല്ല കേട്ടോ, വേറെ ഒന്നും കൂടി ഉണ്ട്. മുകളിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇവരുടെ ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ കൊടുത്തിട്ട് ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സ്പേസ് നല്ല ഒരു ഈവനിങ് ഒക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇവർ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാം. അപ്പോൾ സ്ഥലപരിമിതികളോ ഒന്നും ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല. നല്ല രീതിയിൽ 2800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ മനോഹരമായ കിച്ചണും ഇൻറ്റീരിയറും അതേപോലെ എക്സ്റ്റീരിയറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുമാത്രമല്ല എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.